ഞങ്ങളുടെ ഗ്രാമത്തിൽ പലരും ജീവിച്ചിരുന്നുവെങ്കിലും അവരുടെ ഇടയിൽ ഒരു മുഖം എപ്പോഴും വേറിട്ട് തിളങ്ങി കാണാറുണ്ടായിരുന്നു. മീനാക്ഷി. 25 വയസ്സ് പോലും കഴിഞ്ഞിട്ടില്ലാത്ത യുവതി. വലിയ കണ്ണുകൾ, ലളിതമായ വേഷം, എല്ലായിടത്തും ചിരിച്ചുകൊണ്ട് സംസാരിക്കുന്ന സ്വഭാവം. ഇതൊക്കെ അവളെ ഗ്രാമത്തിലെ എല്ലാവർക്കും പ്രിയങ്കരിയായി മാറ്റിയിരുന്നു. പക്ഷേ അവളുടെ ജീവിതം പുറത്തുനിന്ന് നോക്കുമ്പോൾ സന്തോഷവതിയായ സ്ത്രീയുടേതായി തോന്നിയാലും ഉള്ളിലെ കഥ മറ്റൊന്നായിരുന്നു. ഭർത്താവ് ഗൾഫിൽ ജോലി നോക്കിയതിനാൽ വിവാഹത്തിന് പിന്നാലെ തന്നെ അവൾക്ക് കിട്ടിയത് ഒറ്റപ്പെട്ട ജീവിതം മാത്രമായിരുന്നു. വർഷത്തിലൊരിക്കൽ മാത്രം ഭർത്താവ് നാട്ടിലെത്തും. 2 ആഴ്ചക്കുള്ളിൽ തിരികെ പോകും. മറ്റു സമയങ്ങളിൽ വീടിൻ്റെ 4 ഭിത്തികൾക്കുള്ളിൽ മീനാക്ഷി ഒറ്റയ്ക്കായിരുന്നു. വീട്ടിൻ്റെ മുന്നിലെ പൂന്തോട്ടം അവൾക്ക് വലിയൊരു കൂട്ടുകാരിയായിരുന്നു. ഓരോ പുലരിയിലും പൂക്കൾക്ക് വെള്ളം കൊടുക്കുമ്പോൾ അവൾ ഒറ്റയ്ക്ക് സംസാരിച്ചു കൊണ്ടിരിക്കും. ഇതാണെൻ്റെ ലോകം, ഇതാണെൻ്റെ സന്തോഷം, അവൾ പലപ്പോഴും പറയാറുണ്ടായിരുന്നു. ഞങ്ങൾ കുട്ടികൾ പലപ്പോഴും അവളുടെ വീട്ടിൽ കളിക്കാൻ പോകും. അവൾ ഞങ്ങൾക്ക് പഴങ്ങൾ തരും, കഥകൾ പറയും. പക്ഷേ ചിലപ്പോൾ സംസാരത്തിനിടയിൽ അവളുടെ കണ്ണുകളിൽ ഒരു ഒളിഞ്ഞ ദുഃഖം പ്രകടമാകുമായിരുന്നു. ഒരു ദിവസം മഞ്ഞുതുള്ളികൾ വീഴുന്ന നേരത്ത് അവൾ വരാന്തയിൽ ഇരുന്നു കൊണ്ട് പറഞ്ഞു, ജീവിതം ചിലപ്പോൾ നമ്മൾ കരുതുന്നത് പോലെ നിറങ്ങളുള്ളതാവില്ല. ചിലർക്ക് മഴത്തുള്ളികൾ പോലും കണ്ണീരായി തോന്നും. ആ വാക്കുകൾ കേട്ടപ്പോൾ അന്നെനിക്ക് മനസ്സിലായില്ല. എന്നാൽ പിന്നീട് അവളുടെ ജീവിതത്തിലെ വഴിത്തിരിവുകൾ കേട്ടപ്പോൾ മാത്രമാണ് ആ വാക്കുകളുടെ വേദന നിറഞ്ഞ സത്യം മനസ്സിലായത്. മീനാക്ഷിയുടെ ഭർത്താവ് വിദേശത്തേക്ക് പോയിട്ട് 4 വർഷം കഴിഞ്ഞിരുന്നു. ആദ്യ 2 വർഷം അവൻ പതിവായി കത്തും ഫോണുകളും അയക്കുന്നുണ്ടായിരുന്നു. ചിലപ്പോൾ വീഡിയോ കോളുകളും വരും. പക്ഷേ പിന്നീട് ആ ബന്ധം കുറഞ്ഞു തുടങ്ങി. ആഴ്ചകളോളം, മാസങ്ങളോളം ഒരു വിളിയും വരാത്ത അവസ്ഥയിൽ മീനാക്ഷി ജീവിതം മുന്നോട്ട് കൊണ്ടുപോയി. വീട്ടിലെ മുതിർന്നവർ പോലും ഒന്നും ചോദിക്കാറില്ല. അവൻ പണം അയക്കുന്നുണ്ടല്ലോ, അതുപോരെ, അങ്ങനെയായിരുന്നു എല്ലാവരുടെയും സമീപനം. പക്ഷെ ആരും മനസ്സിലാക്കിയില്ല, പണവും വീടും മാത്രമല്ലല്ലോ ജീവിതത്തിൽ സന്തോഷം നിറക്കാൻ സഹായിക്കുന്നത്. പക്ഷെ ആരും മനസ്സിലാക്കിയില്ല, പണവും വീടും മാത്രമല്ലല്ലോ ജീവിതത്തിൽ സന്തോഷം നിറക്കാൻ സഹായിക്കുന്നത് എന്ന സത്യം. ചില രാത്രികളിൽ മീനാക്ഷിയുടെ വീട്ടിലെ വിളക്കുകൾ വൈകി വരെ തെളിഞ്ഞു നിന്നിട്ടുണ്ട്. ജാലകത്തിനരികിൽ ഇരുന്നു കൊണ്ട് അവൾ പുറത്തേക്ക് നോക്കും. കാറ്റ് വീശുന്ന ശബ്ദവും മഴത്തുള്ളികളുടെ സംഗീതവും മാത്രമാണ് അവളുടെ കൂട്ടുകാരികൾ. അവളുടെ മുഖത്ത് ചിരി ഉണ്ടെങ്കിലും കണ്ണുകളിൽ പതിഞ്ഞിരുന്ന ഒരു രഹസ്യവേദന ആർക്കും കാണാനായില്ല. ഒരു ദിവസം ഞങ്ങൾ ചില കുട്ടികൾ അവളുടെ വീട്ടുവളപ്പിൽ കളിക്കുമ്പോൾ അവൾ ഞങ്ങളോട് പറഞ്ഞു, നിങ്ങളൊക്കെ എത്ര ഭാഗ്യവാന്മാരാണ്. മാതാപിതാക്കൾ, സഹോദരങ്ങൾ എല്ലാവരും കൂടെയുണ്ടല്ലോ. ജീവിതത്തിൽ സംസാരിക്കാൻ ഒരാൾ വേണം. അത് ഇല്ലാതാകുമ്പോഴാണ് മനസ്സ് മരുഭൂമിയാകുന്നത്. ആ വാക്കുകൾ കേട്ട് ഞങ്ങൾ ഒന്ന് നോക്കി നിന്നു. അന്ന് അവളുടെ കണ്ണുകളിൽ തിളങ്ങാത്ത കണ്ണീരിൻ്റെ ഭാരമാണ് ഞാൻ കണ്ടത്. അടുത്തിടെ അവളുടെ ശീലങ്ങളിൽ ചെറിയ മാറ്റങ്ങൾ ഞാൻ ശ്രദ്ധിച്ചു. മുമ്പൊരിക്കലും പുസ്തകങ്ങൾ വായിക്കാത്ത മീനാക്ഷി ഇപ്പോൾ ഗ്രാമത്തിലെ ലൈബ്രറിയിൽ പോയി നോവലുകളും കവിതകളും വായിക്കാൻ തുടങ്ങി. കഥാപാത്രങ്ങളോട് സംസാരിക്കാനാണ്. അവൾ ഒരിക്കൽ ഇങ്ങനെ പറഞ്ഞു, എൻ്റെ ജീവിതത്തിലെ മൗനത്തെ ഇവരാണ് സന്തോഷം നിറയ്ക്കുന്നത്. അവളുടെ വാക്കുകളിൽ ഒരു തരം ആഴമുള്ള ഏകാന്തതയുടെ ശബ്ദമുണ്ടായിരുന്നു. മീനാക്ഷിയുടെ ജീവിതം പതുക്കെ ഒരേ രീതി ആവർത്തിച്ചു കൊണ്ടിരുന്നു. രാവിലെ വീട്ടുപണി, പൂന്തോട്ടം, വൈകുന്നേരങ്ങളിൽ ഏകാന്തതയുടെ ഭാരത്തോടെ സമയം ചിലവഴിക്കൽ, ഇതായിരുന്നു അവളുടെ ദിനചര്യ. പക്ഷേ ഒരു ദിവസം ഗ്രാമത്തിലേക്ക് അനൂപ് എന്ന പേരിലുള്ള പുതിയ അധ്യാപകനെത്തി. പട്ടണത്തിൽ നിന്ന് വന്ന വിദ്യാഭ്യാസം മാത്രമല്ല, സംസാരത്തിൽ സ്നേഹവും ചിരിയും സൗമ്യതയും നിറഞ്ഞ ഒരാൾ. ഗ്രാമത്തിലെ കുട്ടികൾക്കിടയിൽ അനൂപ് വേഗത്തിൽ ജനപ്രിയനായി. അവൻ കഥകളും കവിതകളും പറയാനും ഇഷ്ടപ്പെടുന്നു. മീനാക്ഷിയും അനൂപും ആദ്യമായി കണ്ടത് ഗ്രാമത്തിലെ ലൈബ്രറിയിലാണ്. മീനാക്ഷി പതിവ് പോലെ പുസ്തകം തിരിച്ചു കൊടുക്കാൻ പോയപ്പോൾ പുസ്തകശാലക്കാരൻ പറഞ്ഞു,
ഇവിടെ പുതിയ അധ്യാപകൻ വന്നിട്ടുണ്ട്. നല്ല വായനക്കാരനാണ്. ഒരിക്കൽ സംസാരിച്ചു നോക്കൂ. അപ്പോൾ തന്നെയായിരുന്നു അനൂപ് വന്ന് മീനാക്ഷിയോട് ചിരിച്ചുകൊണ്ട് പറയുന്നത്. നിങ്ങൾക്കും വായിക്കാൻ ഇഷ്ടാണോ? എനിക്ക് കവിതകളാണ് പ്രിയം. മീനാക്ഷി അല്പം ആശ്ചര്യപ്പെട്ടു. വർഷങ്ങളായി ആരുമായും വലിയൊരു സംഭാഷണം നടത്താത്ത അവൾ ആദ്യമായി ഒരാളോട് തുറന്നു സംസാരിക്കാൻ തുടങ്ങി. പിന്നീട് മീനാക്ഷി ലൈബ്രറിയിൽ പോയാൽ പലപ്പോഴും അനൂപിനെയും കാണും. ആദ്യം സാധാരണ കാര്യങ്ങൾ മാത്രമേ സംസാരിച്ചുള്ളൂ. പക്ഷേ പിന്നീട് പുസ്തകങ്ങളെയും കവിതകളെയും കുറിച്ച് നീണ്ട സംഭാഷണങ്ങൾ തുടങ്ങി. ഒരു ദിവസം അനൂപ് പറഞ്ഞു, കഥാപാത്രങ്ങളുടെ ജീവിതം നമ്മളെ വളരെയധികം പഠിപ്പിക്കുന്നു. ചിലപ്പോൾ നമ്മൾ പറയാൻ കഴിയാത്ത വേദന അവർ നമ്മൾക്കായി പറയുന്നു. മീനാക്ഷി അന്നു ഏറെ നേരം മിണ്ടാതെ നിന്നു. കാരണം ആ വാക്കുകൾ അവളുടെ മനസ്സിനുള്ളിൽ ഒളിച്ചിരുന്ന യാഥാർത്ഥ്യമായിരുന്നു. അനൂപിന്റെ സൗഹൃദം മീനാക്ഷിയുടെ ജീവിതത്തിൽ പതുക്കെ ഒരു പുതിയ പ്രകാശം കൊണ്ടുവന്നു. അവൾ വീണ്ടും ചിരിക്കാൻ തുടങ്ങി. വൈകുന്നേരങ്ങളിൽ പൂന്തോട്ടത്തിൽ പൂക്കൾക്ക് വെള്ളമൊഴിക്കുമ്പോൾ പോലും അവളുടെ മനസ്സ് ഇനി പഴയ പോലെ ശൂന്യമല്ലായിരുന്നു. അനൂപും മീനാക്ഷിയും തമ്മിലുള്ള സൗഹൃദം പതുക്കെ ഗ്രാമത്തിലെ പലർക്കും ചർച്ചാ വിഷയമായി. ആദ്യമൊന്നും ആരും അതിൽ ശ്രദ്ധിച്ചില്ലെങ്കിലും പിന്നീട് ചിലരുടെ മനസ്സിൽ സംശയത്തിൻ്റെ വിത്തുകൾ വീണു. ഭർത്താവ് വിദേശത്ത്, അതിനിടയിൽ പുതിയ സൗഹൃദം, നല്ല കാര്യമല്ലല്ലോ. അങ്ങനെയായിരുന്നു ചിലരുടെ വാക്കുകൾ. പക്ഷേ മീനാക്ഷി ഒന്നും പറഞ്ഞില്ല. അവൾക്ക് വേണ്ടത് അനൂപിൻ്റെ സൗഹൃദം ജീവിതത്തിലെ ശൂന്യത നിറയ്ക്കുന്ന ഒരേ ഒരു പ്രകാശമായിരുന്നു. ഒരു ദിവസം അനൂപ് മീനാക്ഷിയോട് ചോദിച്ചു, ആളുകൾ പറയുന്ന കാര്യങ്ങൾ കേട്ട് വിഷമമുണ്ടോ? മീനാക്ഷി പതുക്കെ തലകുലുക്കി. ആദ്യത്തിലുണ്ടായിരുന്നു. പക്ഷേ പിന്നീട് മനസ്സിലായി, ആളുകൾ സംസാരിക്കുന്നത് നമ്മുടെ ജീവിതത്തെക്കുറിച്ചല്ല, അവരുടെ ഒഴിവു സമയത്തെക്കുറിച്ചാണ്. അവർക്ക് വേറെ പണിയൊന്നുമില്ല. അവളുടെ മുഖത്ത് ഒരു തരം സമാധാനമുണ്ടായിരുന്നു. പക്ഷേ അവളുടെ ഉള്ളിൽ നടക്കുന്ന സംഘർഷത്തിൻ്റെ തീവ്രത അവളുടെ കണ്ണുകളിൽ ഒളിഞ്ഞുകിടപ്പുണ്ടായിരുന്നു. അനൂപ് മീനാക്ഷിയുടെ വീട്ടിൽ പലപ്പോഴും വരാൻ തുടങ്ങി. പുസ്തകങ്ങളും കവിതകളും കൊണ്ടുവരും. അവൾക്കും വീട്ടുവളപ്പിലിരുന്നു കൊണ്ട് കഥകൾ കേൾക്കാൻ ഇഷ്ടം തോന്നും. എന്നാൽ ഗ്രാമത്തിലെ ചിലർ അത് കാണുകയും പുറത്ത് ചർച്ചയും തുടങ്ങി. അങ്ങാടികളിലും നാലാൾ കൂടുന്നിടത്തും അവർ ചർച്ച ചെയ്തു. ഇങ്ങനെ ഒരാൾ വന്നു പോകുന്നത് നല്ല കാര്യമല്ലല്ലോ. ഭർത്താവ് നാട്ടിൽ വന്നാൽ എന്താകും അവസ്ഥ? ആ വാക്കുകൾ പതുക്കെ മീനാക്ഷിയുടെ ചെവിയിലേക്കും എത്തിയിരുന്നു. ഒരു വൈകുന്നേരം മീനാക്ഷി മിണ്ടാതിരിക്കുമ്പോൾ അനൂപ് ചോദിച്ചു, ആളുകൾ പറയുന്നതിനെക്കുറിച്ച് നിങ്ങൾക്ക് പേടിയാണോ? മീനാക്ഷി പതുക്കെ പറഞ്ഞു, പേടിയല്ല. പക്ഷെ ചിലപ്പോൾ സ്ത്രീകൾക്ക് സന്തോഷം തേടാനാവില്ലെന്ന് സമൂഹം നമ്മെ വിശ്വസിപ്പിക്കുകയാണ്. അവളുടെ വാക്കുകളിൽ വർഷങ്ങളായി അടങ്ങിയിരുന്ന വേദനയുടെ ശബ്ദമുണ്ടായിരുന്നു. കാലം പതുക്കെ കടന്നുപോയി. മീനാക്ഷിയുടെ ജീവിതം ഇനി മുമ്പത്തെ പോലെ ശൂന്യമല്ലായിരുന്നു. അനൂപിന്റെ സൗഹൃദം അവളുടെ ലോകത്തിൽ പുതിയ നിറങ്ങൾ കൊണ്ടുവന്നു. എന്നാൽ ഒരു ദിവസം ഗ്രാമത്തിലേക്ക് വലിയൊരു വാർത്ത വന്നു. മീനാക്ഷിയുടെ ഭർത്താവ് വിദേശത്ത് നിന്ന് നാട്ടിലേക്ക് മടങ്ങി വരുന്നു. വർഷങ്ങളായി കാണാത്ത ഭർത്താവിൻ്റെ വരവിനെക്കുറിച്ച് എല്ലാവരും ആവേശത്തോടെ സംസാരിച്ചു. ഇപ്പോൾ എല്ലാം മാറും. അനൂപിന്റെ വരവും പോക്കും അവസാനിക്കും. ഗ്രാമത്തിലെ ചിലർ ചിരിക്കുകയായിരുന്നു. ഭർത്താവ് നാട്ടിലേക്ക് വരുന്നതായി കേട്ടപ്പോൾ മീനാക്ഷിയുടെ മനസ്സ് കലങ്ങി. ഒരു ഭാഗത്ത് വർഷങ്ങളായി കാണാത്ത ഭർത്താവിൻ്റെ വരവ്, മറ്റൊരു ഭാഗത്ത് അവളുടെ ജീവിതത്തിൽ പ്രകാശം കൊണ്ടുവന്ന അനൂപ്. രണ്ടിനുമിടയിൽ മീനാക്ഷിയുടെ മനസ്സ് പിടഞ്ഞു. ഒരു ദിവസം അവൾ അനൂപിനോട് പറഞ്ഞു, എനിക്കറിയില്ല ഇനി എന്താകുമെന്ന്. ഒരുപാട് കാലത്തെ ഏകാന്തതയ്ക്കു ശേഷം എൻ്റെ ജീവിതത്തിൽ വന്ന ഒരേ ഒരു മനുഷ്യൻ നീയായിരുന്നു. പക്ഷേ ഇപ്പോൾ അവളുടെ വാക്കുകൾ പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല. കണ്ണുകളിൽ നിറയുന്ന കണ്ണീരാണ് കഥ പറഞ്ഞത്. അനൂപ് പതുക്കെ പറഞ്ഞു, മീനാക്ഷി, ജീവിതം ചിലപ്പോൾ നമ്മൾ ചോദിക്കാത്ത ചോദ്യങ്ങൾ ചോദിക്കും. പക്ഷേ ഉത്തരങ്ങൾ നമ്മെ തേടി വരില്ല. നമ്മളാണ് അവയെ കണ്ടെത്തേണ്ടത്. അവൻ്റെ വാക്കുകൾ മീനാക്ഷിയുടെ മനസ്സിൽ ആഴത്തിൽ പതിഞ്ഞു. ഭർത്താവിൻ്റെ വരവ് ഗ്രാമത്തിൽ വലിയൊരു വിഷയമായിരുന്നു. ഇപ്പോൾ അനൂപിൻ്റെ മുഖം കാണാനില്ല. മീനാക്ഷി ഇനി മാറിപ്പോകും എന്നിങ്ങനെ ആളുകൾ പറയാൻ തുടങ്ങി. പക്ഷേ
അനൂപ് പിന്നോട്ട് പോയില്ല. അവൻ പറഞ്ഞു, നിന്റെ ജീവിതത്തെക്കുറിച്ചുള്ള തീരുമാനം നീ മാത്രമേ എടുക്കാവൂ. സമൂഹം ഒരിക്കലും നിന്നെ മനസ്സിലാക്കില്ല. വർഷങ്ങളായി കാണാത്ത ഭർത്താവ് നാട്ടിലെത്തിയ ദിവസം മീനാക്ഷിയുടെ വീട്ടിൽ ആളുകൾ നിറഞ്ഞിരുന്നു. അയൽക്കാർ, ബന്ധുക്കൾ, ഗ്രാമത്തിലെ സുഹൃത്തുക്കൾ എല്ലാവരും വരവേറ്റു. മീനാക്ഷിയുടെ മുഖത്ത് ഒരു സന്തോഷത്തിന്റെ ചിരി ഉണ്ടായിരുന്നുവെങ്കിലും കണ്ണുകളിൽ നിറഞ്ഞിരുന്നത് സംശയത്തിന്റെ നിഴലായിരുന്നു. ഭർത്താവ് മീനാക്ഷിയെ കണ്ടപ്പോൾ പറഞ്ഞു, വർഷങ്ങൾക്കു ശേഷം നമ്മൾ ഒന്നിച്ചു. എനിക്ക് തോന്നുന്നു ഇനിയെല്ലാം പഴയ പോലെ തുടങ്ങാം. മീനാക്ഷി ചിരിച്ചു, പക്ഷെ ഒന്നും മറുപടി പറഞ്ഞില്ല. വർഷങ്ങളായി അടങ്ങിയിരുന്ന ഏകാന്തതയുടെ ഭാരവും മനസ്സിന്റെ കലക്കവും അവളെ സംസാരിക്കാൻ അനുവദിച്ചില്ല. ഭർത്താവിന്റെ വരവിനു ശേഷം ഗ്രാമത്തിലെ ആളുകൾ അനൂപിനെക്കുറിച്ച് ചില കാര്യങ്ങൾ പറയാൻ തുടങ്ങി. മീനാക്ഷിയുടെയൊക്കെ ജീവിതത്തിൽ ഒരു അധ്യാപകൻ വന്നിരുന്നു. ഇപ്പോൾ ഭർത്താവ് വന്നപ്പോൾ കാണാനില്ല. അവരുടെ വാക്കുകൾ മീനാക്ഷിയുടെ ചെവിയിലേക്കും എത്തി. ഒരു വൈകുന്നേരം മീനാക്ഷി അനൂപിനെ കണ്ടു പറഞ്ഞു, എനിക്കിനി എന്ത് ചെയ്യണമെന്ന് മനസ്സിലാവുന്നില്ല. എല്ലാവരും നമ്മളെക്കുറിച്ച് സംസാരിക്കുന്നു. എൻ്റെ മനസ്സിനുള്ളിൽ വല്ലാത്ത വിങ്ങലാണ്. എനിക്ക് എന്നെ തന്നെ നിയന്ത്രിക്കാൻ കഴിയുന്നില്ല. അനൂപ് ശാന്തമായി പറഞ്ഞു, ജീവിതം എപ്പോഴും നമ്മൾ ചോദിക്കാത്ത ചോദ്യങ്ങൾ ചോദിക്കും. പക്ഷേ ഉത്തരങ്ങൾ നിന്റെ മനസ്സിനുള്ളിലാണ് മീനാക്ഷി. ആരും നിനക്ക് വേണ്ടിയത് കണ്ടെത്തി തരില്ല. ആദ്യ ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഭർത്താവിന് മീനാക്ഷിയുടെ മനസ്സിൽ നടക്കുന്ന സംഘർഷം മനസ്സിലായി. ഒരു രാത്രി അവൻ മീനാക്ഷിയോട് പറഞ്ഞു, നീ സന്തോഷത്തോടെയല്ലേ നടക്കുന്നത്? എന്താണ് നിന്നെ അലട്ടുന്നത്? മീനാക്ഷി കുറച്ചു നേരം മിണ്ടാതിരുന്നു. പിന്നെ പറഞ്ഞു, എനിക്കെൻ്റെ മനസ്സിനോട് സത്യസന്ധമായി ജീവിക്കണം, അത്രമാത്രം. അവളുടെ കണ്ണുകളിൽ കരുത്തിൻ്റെയും ദുഃഖത്തിൻ്റെയും നിറമുണ്ടായിരുന്നു. ഭർത്താവിൻ്റെ വരവിനു ശേഷം വീട്ടിൽ വീണ്ടും ജീവൻ വന്നതുപോലെ തോന്നിയെങ്കിലും മീനാക്ഷിയുടെ മനസ്സിൽ നടക്കുന്ന പോരാട്ടം ആരും കണ്ടില്ല. ഒരു വശത്ത് വർഷങ്ങളായി ഉണ്ടായിരുന്ന ഏകാന്തത, മറുവശത്ത് അനൂപിൻ്റെ സൗഹൃദം കൊണ്ടുവന്ന പുതിയ മാറ്റങ്ങൾ. ഇരട്ട ലോകങ്ങൾക്കിടയിൽ മീനാക്ഷിയുടെ മനസ്സ് വഴിതെറ്റി. ഒരു രാത്രി മീനാക്ഷി തൻ്റെ ഭർത്താവിനോടും അനൂപിനോടും തുറന്നു പറഞ്ഞു, വർഷങ്ങളായി ഞാൻ എനിക്കുള്ളിൽ മാത്രം അടച്ചുവെച്ച ജീവിതം ജീവിച്ചു. ഒരിക്കൽ പോലും ആരോടും എൻ്റെ വേദന പറയാനായില്ല. അനൂപ് വന്നപ്പോൾ ഞാൻ വീണ്ടും മനുഷ്യയായി ചിരിക്കാനും സംസാരിക്കാനും തുടങ്ങി. പക്ഷേ ഇപ്പോൾ എൻ്റെ ജീവിതത്തെക്കുറിച്ച് തീരുമാനിക്കേണ്ട സമയമാണ്. അവളുടെ ശബ്ദത്തിൽ കരുത്തും സത്യസന്ധതയും ഉണ്ടായിരുന്നു. ഭർത്താവ് അല്പസമയം മിണ്ടാതിരുന്നു. പിന്നെ പറഞ്ഞു, മീനാക്ഷി, ഞാനില്ലാത്ത ദിവസങ്ങളിൽ നീ എന്തെല്ലാം അനുഭവിച്ചെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. നിന്നെ സന്തോഷവതിയാക്കുന്നത് എന്താണോ അത് നീ തിരഞ്ഞെടുക്കൂ. ആ വാക്കുകൾ മീനാക്ഷിയുടെ മനസ്സിൽ വലിയൊരു സ്വാതന്ത്ര്യമായി തോന്നി. അടുത്ത ദിവസം മീനാക്ഷി ഒരിക്കലും ചെയ്തിട്ടില്ലാത്തൊരു തീരുമാനമെടുത്തു. ജീവിതം ഇനി സ്വന്തം കരങ്ങളിൽ പിടിച്ചു നിർത്താൻ. ഭർത്താവിനോടോ അനൂപിനോടോ ആശ്രയിക്കാതെ തൻ്റെ വിദ്യാഭ്യാസവും ജീവിതവും മുന്നോട്ട് കൊണ്ടുപോകാൻ അവൾ തീരുമാനിച്ചു. അവൾ ഗ്രാമത്തിലെ സ്ത്രീകൾക്കായി ഒരു വായനശാല തുടങ്ങി. സ്ത്രീകൾക്ക് അവരുടെ ശബ്ദം കണ്ടെത്താൻ ഇതു സഹായിക്കണം, അവൾ പറഞ്ഞു. ഗ്രാമത്തിലെ ആളുകൾ പലതും അടക്കം പറഞ്ഞു. പക്ഷെ പിന്നീട് എല്ലാവരും തിരിച്ചറിഞ്ഞു, മീനാക്ഷി തൻ്റെ ജീവിതം സ്വന്തം കരങ്ങളിൽ പിടിച്ചെടുത്ത സ്ത്രീയാണെന്ന്. അവളുടെ കഥ ഒരു അവസാനമല്ല, ഒരു പുതിയ തുടക്കമായിരുന്നു. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം ബെല്ലൈക്കൺ കൂടി അമർത്തുക.